BJP പ്രതി ശ്രീ വിപിൻ കൃഷ്ണനിലേക്ക്. അഡ്വക്കേറ്റ് വിപിൻ കൃഷ്ണൻ, അതായത് ഈ ചൈന 2024 കണക്കനുസരിച്ച് 6260 കോടി രൂപയുടെ ഈ എണ്ണ ഉൽപ്പന്നങ്ങളും അപരിഷ്കൃത എണ്ണകളും മീൻസ് ഈ ഒക്കെയാണ് ഇറക്കുമതി ചെയ്തത് ആര്? ചൈന. പക്ഷേ ഇന്ത്യ ഇറക്കുമതി ചെയ്തത് 5270 കോടി രൂപയുടേതേ ഉള്ളൂ. എന്നിട്ടും ചൈനയ്ക്കില്ലാത്ത തീരുവ അമേരിക്കയുടെ ഫ്രണ്ടായ ട്രംപിൽ നിന്ന് ഇന്ത്യക്ക് നേരിടേണ്ടി വരുന്നു എന്ന വലിയ പ്രശ്നം അവിടെ നിൽക്കുകയാണ്. അതിൻ്റെ രാഷ്ട്രീയ ഉത്തരവാദിത്വം, അതിൻ്റെ നയതന്ത്രപരമായ വീഴ്ച, പരാജയം ഇന്ത്യയാണ്, പ്രത്യേകിച്ച് മോദിയും BJPയുമാണ് അതിന് മറുപടി പറയേണ്ടത്. ഇങ്ങനെയാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. അമേരിക്ക തികച്ചും പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു എക്കണോമിയാണ്. നമ്മൾ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് 75 ബില്യൺ US$ വരുന്ന വലിയ കയറ്റുമതിയാണ് ഭാരതത്തിൽ നിന്നും അമേരിക്കയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇറക്കുമതിയാണെങ്കിൽ 41 ബില്യണേ ഉള്ളൂ. എനിക്ക് ഓഡിയോ കട്ടാവുന്നുണ്ട്. ഓഡിയോ അത് ശരിയാക്കാം. താങ്കൾ പറഞ്ഞോളൂ, താങ്കൾ പറയുന്നത് കേൾക്കാം. ഓക്കെ. ഇന്ത്യ 36 ബില്യൺ US$ പോസിറ്റീവ് ട്രെൻഡിലാണ് നമ്മൾ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്തുകൊണ്ടിരുന്നത്. ഈ സാഹചര്യത്തിലാണ് ട്രംപ് 50% അധിക തീരുവ ഭാരതത്തിൻ്റെ മുകളിൽ ഏർപ്പെടുത്തിയത്. അദ്ദേഹം ലോകത്തോട് നൽകിയ വിശദീകരണം റഷ്യൻ ഉക്രൈൻ സംഘർഷത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ തീരുമാനമെന്നാണ്. പക്ഷേ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ചൈനയാണ് 47% റഷ്യനിൽ നിന്ന് എണ്ണ വാങ്ങുന്ന മറ്റൊരു രാജ്യം. പക്ഷേ 30% മാത്രമേ ചൈനയുടെ മുകളിൽ അമേരിക്ക തീരുവ ഏർപ്പെടുത്തിയിട്ടുള്ളൂ. ഇത് അമേരിക്കയുടെ ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്. ഭാരതത്തിൻ്റെ മാർക്കറ്റ് ലക്ഷ്യമാക്കി അമേരിക്ക നടത്തിയ ഒരു നീക്കമാണിത്. ഭാരതത്തിൻ്റെ മാർക്കറ്റിൽ നമ്മൾ അമേരിക്കയെ തടഞ്ഞു നിർത്തിയിരിക്കുന്ന കുറച്ച് മേഖലകളുണ്ട്. കൃഷി, അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ്, കൃഷിയുമായി ബന്ധപ്പെട്ട സാമഗ്രികൾ, പിന്നെ ഡയറി, പാലുൽപ്പന്നങ്ങൾ, പിന്നെ മീറ്റ്. ഈ മൂന്ന് ഉൽപ്പന്നങ്ങൾ ഭാരതത്തിലേക്ക് ഇറക്കുവാനുള്ള അമേരിക്കയുടെ ഒരു നയതന്ത്രപരമായ ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു ഓപ്പറേഷനാണിത്. അല്ല, ഇതിനേക്കാൾ വലിയ ആഘാതം ചൈനയുമായി ബന്ധപ്പെട്ടുണ്ട് അങ്ങനെ പറയാനാണെങ്കിൽ. അപ്പോൾ ഈ പറഞ്ഞ കാരണങ്ങളല്ല. കാരണം ഇന്ത്യൻ വിപണിയിൽ ആ അർത്ഥത്തിൽ അമേരിക്കയ്ക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനേക്കാൾ പ്രശ്നങ്ങൾ വിപണിയുമായി ബന്ധപ്പെട്ട് 1 മണിക്കൂറിലധികം നമുക്ക് ചർച്ച ചെയ്യാതെ ആ വിഷയത്തെ സംബന്ധിച്ച്. കാരണം ചൈനയുമായുണ്ട് വലിയ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ട്. പക്ഷെ ചൈനയ്ക്ക് നൽകാത്ത, അല്ലെങ്കിൽ എന്തിനിപ്പോട്ട് ചൈന അവിടെ നിൽക്കട്ടെ, ചൈന വലിയൊരു ക്രിയാത്മക ശക്തിയാണെന്ന് പറയാം. ഞാൻ പറയുന്നത് പാകിസ്ഥാന് പോലും നൽകാത്ത രീതിയിൽ, പാകിസ്ഥാൻ ഏതാണ്ട് 19% തീരുവ എങ്ങനെയാണ് ട്രംപ് എന്ന വലിയ സുഹൃത്ത് മോദിക്ക് ചെയ്യുന്നത് എന്ന കാര്യത്തിൽ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അത് വിശദീകരിക്കൂ BJP. ശ്രീ വിപിൻ കൃഷ്ണൻ. ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ. ഞാൻ അതിൻ്റെ ഇടയിൽ അങ്ങ് ഇടപെട്ടതുകൊണ്ടാണ് ഞാനത് പറഞ്ഞു വരികയായിരുന്നു. അതായത് 37 ബില്യൺ കച്ചവടം, US$ കച്ചവടം ഭാരതം അമേരിക്കയിൽ നടത്തുന്നതിൽ ട്രംപ് അസ്വസ്ഥനാണ്. അതുകൊണ്ട് ഭാരതത്തിൻ്റെ കയറ്റുമതി പിടിച്ചു നിർത്താൻ വേണ്ടിയാണ് ട്രംപ് ഇത്തരത്തിലുള്ള ഒരു നീക്കത്തിലേക്ക് നീങ്ങിയത്. രണ്ടാമത്തെ വിഷയം അദ്ദേഹത്തിന് ഇന്ത്യൻ മാർക്കറ്റിലേക്കുള്ള മാർക്കറ്റ് പെനിട്രേഷനാണ്. ഈ 2 കാര്യങ്ങൾ മുൻനിർത്തിയാണ് അദ്ദേഹം ലോകത്തോട് കള്ളം പറഞ്ഞ് ഇത് റഷ്യൻ ഉക്രൈൻ വാറായി സംബന്ധിച്ച വിവരമാണെന്നും അതിൽ ഭാരതത്തിൻ്റെ സ്റ്റാൻഡ് റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് തെറ്റാണെന്നും പ്രചരിപ്പിക്കുന്ന ട്രംപിൻ്റെ ആ സ്റ്റാൻഡ് വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ട്രംപിൻ്റെ. എനിക്കത് മനസ്സിലായില്ല, എന്താണ്? അതായത് ട്രംപ് ഭാരതത്തിൻ്റെ മാർക്കറ്റിലേക്ക് പെനിട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ലോകാരാധ്യനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ആ മാർക്കറ്റ് പെനിട്രേഷനെ തടഞ്ഞു നിർത്തുക എന്ന ഉറച്ച തീരുമാനത്തോടെ മുന്നോട്ട് പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ട്രംപ് ഇത്തരത്തിലുള്ളൊരു അധിക തീരുവ ഭാരതത്തിൻ്റെ മുകളിൽ ചുമത്താനിടയായത്. ഇതിന് കൾച്ചറലായിട്ടുള്ളൊരു ആസ്പെക്റ്റ് കൂടെ ഉണ്ട്. ഭാരതത്തിൽ നാം ഉപയോഗിക്കുന്ന പാൽ അത് വെജിറ്റേറിയൻ ആയിട്ടുള്ള ഒരു പശുവിൽ നിന്ന് കിട്ടുന്ന പാലാണ്. പക്ഷേ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ അവർ പശുവിന് കൊടുക്കുന്ന തീറ്റ
അത് മാംസമടങ്ങിയ തീറ്റയാണ്. അതിൽ ചിലപ്പോൾ ബീഫ് ഉണ്ടാവും, പോർക്ക് ഉണ്ടാവും. അപ്പോൾ അത് ഭാരതത്തിലേക്ക് ഇറക്കുമതി ചെയ്യുക എന്നത് പറഞ്ഞാൽ ഒരു കൾച്ചറലായിട്ടുള്ള ഒരു പ്രശ്നം കൂടെ ഉണ്ട്. രണ്ടാമത്തെ കാര്യം, നമ്മൾ നമ്മുടെ കർഷകരെ അല്ല, അതിനകത്തൊരു ഫാക്ച്വൽ എറർ ഉണ്ട്. കാരണം നേരത്തെ ഇത്തരത്തിൽ കാലിത്തീറ്റയിൽ നോൺ വെജ് ഘടകങ്ങൾ ഉൾപ്പെടുത്തി അത് പശുക്കളുടെ ബ്രെയിന് ഉണ്ടാക്കിയ ഫംഗ്ഷൻ. കാരണം നമ്മളെപ്പോലെ മിക്സഡ് അല്ല, ഞാനത് പറഞ്ഞു തീർക്കട്ടെ. ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് അങ്ങ് പറഞ്ഞോളൂ. അങ്ങ് നിരന്തരമായി ഒരു ഫാക്ച്വൽ എററും ഇല്ല. അങ്ങനെ കാലിത്തീറ്റകളിൽ നോൺ വെജ് ഉൾപ്പെടുത്തുന്നില്ല. അങ്ങ് നിരന്തരമായി ഇടപെടണ്ട. കൈരളിയിലേക്കാണ് ചർച്ച. ഇത് അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള പ്രശ്നമാണ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ ചർച്ചയിൽ ഇരിക്കുന്നത്. അങ്ങ് ഇടയ്ക്കിടയ്ക്ക് ശരി കംപ്ലീറ്റ് നിരന്തരം ഇടപെടുന്നതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്. ഞാൻ ഈ പറഞ്ഞതൊന്നും കംപ്ലീറ്റ് ചെയ്യട്ടെ. അപ്പോൾ അത്തരത്തിലുള്ളൊരു നീക്കം ചെറുക്കുക എന്നത് ഭാരതത്തിൻ്റെ ഉറപ്പുള്ള തീരുമാനമാണ്. അതിന് ഭാരതം മറ്റു മാർഗങ്ങൾ കാണുക. ഈ കയറ്റുമതിയിൽ കുറവ് വരുമ്പോൾ ആ കയറ്റുമതി ചെയ്യുന്ന കച്ചവടക്കാരെ പിടിച്ചു നിർത്താൻ വേണ്ടി സബ്സിഡി കൊടുക്കുക, അല്ലെങ്കിൽ മറ്റു ഫ്രീ ട്രേഡ് എഗ്രിമെൻ്റ് ഉണ്ടാക്കുക, മറ്റ് രാജ്യങ്ങളായി കോപ്പറേറ്റ് ചെയ്യുക, ആസിയാൻ കരാറിൻ്റെ അടിസ്ഥാനത്തിലുള്ള ട്രേഡ് എഗ്രിമെൻറ്റുകൾ ശക്തിപ്പെടുത്തുക, ബ്രിക്സിലൂടെ നമ്മൾ കൂടുതൽ കയറ്റുമതി ചെയ്യുക എന്നീ മാർഗങ്ങളിലേക്ക് ഭാരതം പോകും.